ഹലോ ഗായ്സ്, എല്ലാവർക്കും ഈ 25/10/2025 ഷാഹിദിൻ്റെ ഗുഡ് മോർണിംഗ്. എല്ലാവരെയും എന്താ പറയുക, ഒന്നുകൂടെ ഞാൻ വിഷ് ചെയ്യണതാണ്. നല്ല രീതിയിൽ നല്ലത് എല്ലാവർക്കും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വ്ളോഗ് തുടങ്ങുകയാണ്. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് മോട്ടിവേഷൻ, അലൈൻമെൻറ്റ്, ഈ രണ്ട് വാക്കുകളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മോട്ടിവേഷൻ വീഡിയോസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്നുള്ള വാക്ക് അതൊരു പ്രചോദനം, അത് വൺ ടൈം ആയിട്ട് പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് പോകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. എന്നാൽ നമുക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആവണം. ഡിസിപ്ലിൻഡ് ആയിരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി മോട്ടിവേറ്റഡ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ നമ്മൾ അങ്ങനെ ആയി മാറും. പിന്നെ നമുക്ക് വേണ്ടത് അലൈൻമെൻ്റ് ആണ്. നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ പൂർവിക, അതായത് നമ്മുടെ ഒരു പാസ്റ്റ് ലൈഫിൽ നമുക്ക് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അലൈൻമെൻറ്റ് തെറ്റിയ സന്ദർഭങ്ങളാണ്. അപ്പോൾ അവിടെ എന്ത് റീസൺ കൊണ്ടാണ് അലൈൻമെൻറ്റ് തെറ്റിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആ അലൈൻമെൻറ്റിനുള്ള സൊല്യൂഷൻ കാണാം. ആ അലൈൻമെൻറ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റിൽ നമ്മൾ അലൈൻമെൻറ്റ് റെഡി ആക്കി കഴിഞ്ഞാൽ പാസ്റ്റിലേക്ക് വണ്ടി മൂവ് ചെയ്യുന്നത് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടായിരിക്കും. ഒരു അലൈൻമെൻറ്റ് തെറ്റിയ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ടയർ വെട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളുണ്ടാവും. എന്നാലോ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ തന്നെ പോവുകയും ചെയ്യും, ഒപ്റ്റിമം കണ്ടീഷനിൽ പോകും. അപ്പോൾ എല്ലാവരോടുമായിട്ട് ഇന്ന് പറയാനുള്ളത് ഈ അലൈൻമെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഓർത്ത് വെച്ചോ, മോട്ടിവേഷൻ അല്ല, നമുക്ക് വേണ്ടത് അലൈൻമെൻ്റ് ആണ്. നമ്മുടെ ചരിത്രത്തിൽ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് തിരുത്തിയിട്ടുള്ള ആ അലൈൻമെൻറ്റ്. എല്ലാവർക്കും വീണ്ടും ഒരു ഗുഡ് മോർണിംഗ്.